ഏറ്റവും സന്തോഷമുള്ള ഒരു ജുമാ അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുമ്പോൾ എത്ര മഹാന്മാരായ ആലിമീങ്ങൾ സുജൂദ് ചെയ്ത പള്ളിയാണിത്. കേരളത്തിൽ ഇത്രയും കൂടുതൽ ആലിമീങ്ങൾ സുജൂദ് ചെയ്ത ഒരൊറ്റ പള്ളിയും ഈ മസ്ജിദുൽ ഹാമിലിക്ക് പകരം നിൽക്കുന്നതുണ്ടാവില്ല. ഇത്ര കൂടുതൽ യതീമക്കൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് അർപ്പിച്ച മറ്റൊരു പള്ളി അൽഹംദുലില്ലാ ഈ പള്ളിയല്ലാതെ മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ധാരാളം ദീനിൻ്റെ ഖാദിമീങ്ങളും ദീനിൻ്റെ പ്രവർത്തകരും ഹൃദയമറിഞ്ഞ് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടക്കുന്ന ഈ പള്ളി അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഇവിടെ ജുമാഅക്ക് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. അള്ളാഹു ഷെയ്ഖുനാക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, ഹിമ്മത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ധാരാളം ഉപദേശങ്ങൾ നമുക്ക് നൽകാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അൽഹംദുലില്ലാ നല്ല റാഹത്തിലാണ്. ഇന്ന് സംസാരിച്ചപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഏറെ വൈകാതെ ഗംഭീരമായി തന്നെ നമുക്ക് ആ പഴയ അവസ്ഥയിലുള്ള പ്രസംഗം കേൾക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഉസ്താദിൻ്റെ ഒരൊറ്റ സാന്നിധ്യം കേരളത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ് ഈ ഉമ്മത്തിന് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. ഷെയ്ഖുനായുടെ ഒരു നോട്ടം മതി അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ദീനിയായ വലിയ ഔന്നത്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ഹിമ്മത്ത് നൽകട്ടെ. അവിടുത്തെ പൊരുത്തമുള്ള മക്കളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തീർമാറാവട്ടെ. ഒരു പക്ഷേ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് ഷെയ്ഖുന തുടക്കം കുറിക്കുമ്പോൾ ഇതിത്രയൊക്കെ വളർന്ന് പന്തലിച്ച് വലുതായി ഈ പള്ളിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ജനസാന്നിധ്യം ഇവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഷെയ്ഖുന പോലും കരുതിയിട്ടുണ്ടായില്ല. പക്ഷേ ഷെയ്ഖുനായുടെ ആത്മാർത്ഥതയുടെ കടുപ്പം കൊണ്ട്, വലിയ കഠിനാധ്വാനത്തിൻ്റെ കടുപ്പം കൊണ്ട്, അവിടത്തേക്ക് അള്ളാഹു നൽകിയ വലിയ തൗഫീക്ക് കൊണ്ട്, അവിടുത്തെ മശായിഖന്മാരുടെ വലിയ പൊരുത്തം കൊണ്ട് അൽഹംദുലില്ലാ ഷെയ്ഖുനയുടെ മനസ്സിൽ ആഗ്രഹിച്ചതിനേറെക്കാളേറെ അള്ളാഹു ഈ സ്ഥാപനത്തെ ഉയർത്തി ഇനിയും ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ ദീർഘമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ അള്ളാഹു പൂർത്തിയായി കാണിക്കുമാറാവട്ടെ. ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ അള്ളാഹു വലിയ ആഫിയത്തും ഹിമ്മത്തും സലാമത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിച്ച് ഇന്ന് സംസാരിക്കുന്നില്ല. ഷെയ്ഖുന പറഞ്ഞതുപോലെ ഷെയ്ഖുനാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികൾ, ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇവിടെയുണ്ട്. ഞാൻ മർക്കത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചെറിയ യതീം കുട്ടികളെ കാണുമ്പോൾ ഷെയ്ഖുനെ എണീറ്റ് നിന്ന് ആദരിക്കുന്നത് കാണാറുണ്ട്. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും യതീമുകളോട്, പാവങ്ങളോട്, കാലില്ലാതെ വരുന്നവരോട്, കണ്ണില്ലാതെ വരുന്നവരോടൊക്കെ ഷെയ്ഖുന കാണിക്കുന്ന ആ ബഹുമാനം പലപ്പോഴും വലിയ വലിയ ഭരണാധികാരികൾ വരുമ്പോൾ കാണിക്കുന്നത് നമ്മൾ കാണാറില്ല. അവരോടൊക്കെ കാണിക്കുന്നതിലേറെ ബഹുമാനവും സ്നേഹവും അഗതികളോടും പാവങ്ങളോടും ഷെയ്ഖുന കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ കാണുമ്പോൾ ഷെയ്ഖുനാക്ക് വലിയ സന്തോഷമുണ്ടാകുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ടി ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് അവിടുന്ന് പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നോമ്പ് നോൽക്കുന്നതിൻ്റെ പുണ്യമാണല്ലോ ഷെയ്ഖുന നമ്മോട് പറഞ്ഞത്. ഷെയ്ഖുന നിർദ്ദേശത്തുപോലെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ ദിവസവും എല്ലാവരോടും ഇരുന്ന് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. ഷെയ്ഖുനായെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഷെയ്ഖുനെ കൈപിടിക്കാനും ചുംബിക്കാനൊക്കെ കിട്ടും. അള്ളാഹു അങ്ങനെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം പറയാം. എന്തിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്, എന്തിനാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്? പോവട്ടെ, ഈ പരിശുദ്ധ റമളാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലുന്നത് ഇക്റും ചൊല്ലിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. എന്താണ് സ്വർഗം? അതിൻ്റെ മധുരം എത്രയാണ്! ഒറ്റ കാര്യം ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിൻ്റെ കൂടെ ഒരു തവണ തൃശ്ശൂരിൽ വഅലിന് പോയിട്ട് ശൈഖുനായുടെ കൂടെ സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ ശൈഖുന ഒരു വല്ലാത്ത ക്ഷീണത്തിലെത്തിയിട്ടുണ്ട്. രാവിലെ ഉസ്താദ് പുറപ്പെട്ട് 4 സ്ഥലത്ത് പ്രസംഗിച്ച് ആ 4ാമത്തെ സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞിട്ടാണ് ശൈഖുനയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശൈഖുനയുടെ കാല് ശരിക്കു പറഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിപ്പോകുമെന്ന് പേടിൻ്റെ അത്രയും നീര് വന്ന് മുട്ടി നിൽക്കുകയാണ്. ഞാൻ ശൈഖുനിയോട് സ്നേഹത്തോടെ പറഞ്ഞു, ഉസ്താദ് നിങ്ങളിങ്ങനെ നിരന്തരമായി പരിപാടികൾ ഏൽക്കരുത്, അല്പമൊക്കെ നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കാനായിട്ടുണ്ട്. ഉസ്താദ് ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു പരിപാടിയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോരെ ചൂടാവലൊക്കെ എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇനിയും വേണം ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ പ്രോഗ്രാം ഏൽക്കരുത്, നിങ്ങൾ അല്പം വിഷമിക്കണം. ശൈഖുന അന്ന് എന്നോട് പറഞ്ഞത്, മരണം വരെ എനിക്ക് പ്രവർത്തിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം, മരിക്കുന്നത് വരെ ഞാൻ പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് ഖബറിൽ എനിക്ക് വിഷമിക്കാൻ സാധിക്കും, ആ ഖബറിൽ വിഷമിക്കുന്നത് വരെ എനിക്ക് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതുപോലെ ശൈഖുന ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയുന്നത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വർഗത്തെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തല്ലേ, സ്വർഗം പറയണ്ട. സ്വർഗം പറഞ്ഞാൽ പിന്നെ ഇന്ന് സമയം വൈകി പോകും. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അവൻ സ്വർഗത്തിൻ്റെ മുറ്റത്തൂടെ നിങ്ങൾ പോയിട്ട് പോരാ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി, ഒരു മട്ടായില്ലല്ലോ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, സ്വർഗാവകാശികൾ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നരകാവകാശികൾ നരകത്തിലും, 2 വിഭാഗവും അവിടെ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു അതാ ഒരു വലിയ ആടിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരുന്നു. എന്നിട്ട് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും നടുവിൽ വെച്ച് അവയെ കഥ അറക്കുകയാണ്. എന്നിട്ടൊരു പ്രഖ്യാപനം, ഇന്നത്തോടുകൂടി മരണം അവസാനിച്ചു, ഇനി മരണമില്ല. സ്വർഗത്തിലുള്ള സ്വർഗത്തിൽ തന്നെ, നരകത്തിലുള്ളവർ നരകത്തിൽ തന്നെ. സ്വർഗാവകാശികൾക്ക് സന്തോഷത്തിന് അതിരില്ല, എന്നാൽ നരകാവകാശിയുടെ സങ്കടത്തിനും അതിരില്ല. നമുക്ക് സ്വർഗാവകാശിയുടെ കൂടെ കുറച്ച് പോകാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ആ സ്വർഗാവകാശികൾക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷത്തോടു കൂടി അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സ്ത്രീകളൊക്കെ ബീവി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത്, പുരുഷന്മാർ മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത്. ആ വലിയ തോട്ടം നിറയെ മുത്തുകളാണ്, വെള്ളമുത്തുകൾ പതിച്ചു വച്ചിരിക്കുന്ന ആ വെള്ളമുത്തുകൾക്ക് മുകളിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. 500 വർഷം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും ദൂരെ വെള്ളമുത്തുകൾ ഇങ്ങനെ പതിച്ചു വെച്ച്, ആ പതിച്ചു വെച്ച മുത്തിൻ്റെ മുൻഭാഗത്ത് ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കിലായി 50 വർഷം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്ത് വീതിയിൽ നമ്മളിങ്ങനെ സഫായി അണിയായി ഹബീബിൻ്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സന്തോഷത്തോടെ മതിമറന്ന് നിൽക്കുന്നു. മറുഭാഗത്ത് ഇതുപോലെ മറ്റൊരു വിശാലമായ തോട്ടത്തിൽ ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്ത്രീകൾ മുഴുവനും സ്വർഗാവകാശികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സന്തോഷം അത് കാണാൻ തന്നെ എന്തൊരു സൗന്ദര്യമാണ്. ഒരു മിനിറ്റ് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 500 വർഷം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും ദൂരം, 50 വർഷം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും വീതിയുള്ള ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് മുഴുവനും ഡയമണ്ടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്.
സൗന്ദര്യമാണ്, അതും വെള്ളയാണ്, ഏറ്റവും പ്യുവറാണ്. ആ സൗന്ദര്യം നിറഞ്ഞ ആ സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയുന്നത്, ഓ പ്രിയപ്പെട്ട മലക്കുകളെ, എൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ, ആ അനുയായികളുടെ ചുറ്റുഭാഗത്ത് ഇഷ്ടം പോലെ മതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. അവരിൽ പലരും പലതും ചെയ്യാൻ ചാൻസ് ഉള്ളവരായിരുന്നു. അതിലേക്കൊന്നും കടക്കാതെ അവരുടെ കണ്ണും കാതുമൊക്കെ അവർ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ചവരാണ്. അതുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചോളൂ, അവരൊന്ന് ആനന്ദിക്കട്ടെ, അവരൊന്ന് സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടട്ടെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ഹൂറിമാർ വിളിക്കപ്പെടുകയാണ്. സ്വർഗത്തിലെ ഹൂറിമാരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അങ്ങനെയൊക്കെ പരാമർശിച്ചു പോയാൽ തെറ്റായി പോകുമെന്ന് ധരിക്കുന്നവരോട് ഒരു കാര്യം മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുക. നിങ്ങൾ ഭാഷ അറിയാത്തത് കൊണ്ട് ഖുർആനിനെ നിങ്ങൾക്ക് പരിചയമില്ലായിരിക്കും. ഖുർആനിലെ ആയത്തുകളെ ഞങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പേരിലൊക്കെ പണ്ഡിതന്മാർ പരിഹസിക്കുന്നവർ ഓർക്കേണ്ട ഒരു സത്യം, നിങ്ങളുടെ ആ പരിഹാസം ചെന്ന് ചേരുന്നത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കാണ് എന്ന ഗൗരവം നിങ്ങൾ മറന്നു പോകരുത്. നമുക്കിടയിൽ എന്തും പറയാം, പക്ഷേ പടച്ച റബ്ബ് പറഞ്ഞതിനെ പരിഹസിച്ചാൽ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ വിമർശിച്ചാൽ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനും പഴഞ്ചനുമാണെന്ന് പറഞ്ഞാൽ വന്നു ചേരുന്ന അപകടത്തിൻ്റെ കടുപ്പം അനന്തമായ നരകമായിരിക്കും. അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർഗത്തിലെ ഹൂറിമാരെ വിളിക്കപ്പെടുകയാണ്. എന്നിട്ട് റബ്ബ് പറയും, പ്രിയപ്പെട്ട അടിമകളെ, എൻ്റെ ഈ പാവപ്പെട്ട അടിമകൾ, അവരുടെ ചുറ്റുഭാഗത്തെമ്പാടും ഗാനമേളകൾ നടന്നിരുന്നു. എന്തൊരു പഴയ കാലത്തൊക്കെ ഗാനമേളക്ക് പോകേണ്ട ബുദ്ധിമുട്ടാ. ഇപ്പം നമ്മുടെ കീശയിൽ കിടക്കുന്ന മൊബൈൽ തന്നെ ഏതു ഞെക്കിൽ കൊടുത്താൽ ഇഷ്ടം പോലെ വിവിധങ്ങളായ മ്യൂസിക്കുകളും ഗംഭീരമായ പാട്ടുകളും വലിയ വലിയ DJ ഡാൻസുകളുമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സ്കൂളുകൾ അവധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോഴേക്ക് റൂമുകൾ ബുക്ക് ചെയ്ത് ചില വിവരമില്ലാത്ത നമ്മുടെ കൂട്ടുകാരൊക്കെ DJ ഡാൻസിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ വാക്ക് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്. അള്ളാഹു പറയാണ്, അവരുടെ കൂട്ടുകാർ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ സഹപ്രവർത്തകർ വിവിധങ്ങളായ അനുഭൂതികൾക്ക് വേണ്ടി മതവിരുദ്ധമായ മാർഗങ്ങളെ സ്വീകരിച്ചിരുന്ന ആളുകളായിരുന്നു. അവക്കിടയിൽ നിന്ന് എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, എന്നെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ, എന്നെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ അതിൽ നിന്നും മാറി നിന്നവരാണവർ. അവരെ നിരാശരായിക്കൂടാ. അവരൊന്ന് സന്തോഷിക്കട്ടെ, അവരൊന്ന് ആനന്ദിക്കട്ടെ. അതുകൊണ്ട് അവർക്കൊരു നല്ല സന്തോഷം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഹൂറിമാർ അള്ളാഹുവിൻ്റെ മദ്ഹുകൾ ആലപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രത്യേകമായി ചില മരങ്ങൾ കൊണ്ടുവരുന്നത്. ഓരോ മരത്തിൻ്റെ ഓരോ ചില്ലയിലും പ്രത്യേകം 90 ഡിസൈൻ മ്യൂസിക്കുകളാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. അങ്ങനെ കോടാനുകോടി മരങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ മരങ്ങൾക്കിടയിലൂടെ അർശിൻ്റെ താഴ്ഭാഗത്തു നിന്നൊരു പരിമളം ഇങ്ങനെ കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മരത്തിൻ്റെ ചില്ലകളിൽ മുഴുവനും ചെന്നത് പതിയുമ്പോൾ ഓരോ ചില്ലയിൽ നിന്നും 90 ഡിസൈൻ മ്യൂസിക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും അത് കേൾക്കുന്ന ഒരു ആനന്ദം? എങ്ങനെയാണ് നമ്മളത് ആസ്വദിക്കുക? എങ്ങനെയാണ് നമുക്കത് സഹിക്കാനാവുക? ആ ആവേശത്തോടെ, ആ സന്തോഷത്തോടെ നമ്മളിങ്ങനെ മതിമറന്നു നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ആ ആനന്ദത്തിൽ നമ്മളിങ്ങനെ മതിമറന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് സ്വർഗത്തിലെ ഹൂറിമാർ അതാ അള്ളാഹുവിൻ്റെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള ഗാനാലാപനങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ സൗന്ദര്യം മനുഷ്യനാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മനുഷ്യനാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യത്തിൽ ഇങ്ങനെ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ മതിമറക്കുന്നു. അനുജന്മാരെ, ഗംഭീരമായ മ്യൂസിക് വെച്ച് അതാ റോഡിലൂടെ തുള്ളുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിയന്ത്രണം വിട്ട് ചാടുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ അനുഭവിക്കാറില്ലേ? അതിൻ്റെയൊക്കെ എത്രയോ 10,000 മടങ്ങ് സൗന്ദര്യവും ശബ്ദങ്ങളും അതാ മ്യൂസിക്കുകളും ഇങ്ങനെ പുറത്ത് വരുമ്പോൾ നമ്മളും നിയന്ത്രണം വിട്ട്
തുള്ളിക്കൊട്ടാടിക്കൊണ്ടിരിക്കുകയാണ്, നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തിൽ ഇങ്ങനെ മതിമറക്കുകയാണ്. ആ സമയത്ത് പടച്ച റബ്ബിന്റെ നിർദ്ദേശം വരുന്നു, എന്റെ അടിമകൾ അവർ നോമ്പ് നോറ്റ് സുജൂദ് ചെയ്തവരല്ലേ, തറാവീഹ് നിസ്കരിച്ചവരല്ലേ, വിത്ർ നിസ്കരിച്ചവരല്ലേ, തഹജ്ജുദ് നിസ്കരിച്ചവരല്ലേ, ജീവിത കാലഘട്ടത്തിൽ അവരുടെ ശരീരത്തെ കാലുവേദന എടുത്തും മുട്ടുവേദന സഹിച്ചും അവർ നിസ്കാരത്തിന് നിർബന്ധിച്ചവരല്ലേ. അതുകൊണ്ട് അവരെ ഇനിയും ബുദ്ധിമുട്ടിച്ചുകൂടാ. അവർക്ക് ആനന്ദത്തിൽ ആഹ്ലാദിക്കാനുള്ള സൗകര്യത്തിന് അതാ അവർക്ക് വേണ്ടി നിങ്ങൾ നല്ല കട്ടിലൊരുക്കിക്കോളൂ. പെട്ടെന്ന് കട്ടിലുകൾ നമ്മുടെ മുന്നിൽ വരികയാണ്. ഒരു കട്ടിലിന്റെ നീളം 300 വർഷം യാത്ര ചെയ്യാനുള്ള നീളമാണ്. അതാ വലിയ സ്വർണത്തിന്റെ കട്ടിൽ വരുന്നു. ഓരോ കട്ടിലിലും 70,000 വിരിപ്പുകളാണ്, 70,000 തലയിണകളാണ്. ഈ 70,000 അല്ലാഹു സൃഷ്ടിച്ച് നിൽക്കുന്ന 70,000 മെറ്റീരിയൽ കൊണ്ടാണ്. ഒന്നിനൊന്ന് മെച്ചമായി സ്വർണം കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്ന കട്ടിലുകളും കിനാദിലുകളും കുശനുകളും നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കട്ടിലുകൾ നമ്മുടെ ചാരത്തെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ പറയും, നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടല്ല, ദുനിയാവിലെമ്പാടും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് പകരമായി നിങ്ങളെ ചാരത്തേക്ക് കട്ടിലുകൾ താഴേക്ക് വരും. ഒരു മുഴം താഴത്തേക്ക് അതാ കട്ടിലിറങ്ങി വരികയാണ്. നമ്മളതിൻ്റെ മുകളിലങ്ങ് കയറിയാൽ അതാ യോഗത്ത് പാറി ഇങ്ങനെ കളിക്കുകയാണ് കട്ടിൽ. ആ കട്ടിലിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ നമുക്ക് കഴിയില്ല. ആ കട്ടിലിൽ ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുമ്പോ ഹോർലിങ്ങളുടെ കവിതകൾ ഇങ്ങനെ ഭംഗിയായി ആലപിച്ചു കൊണ്ടിരിക്കുമ്പോ കോടാനുകോടി വൃക്ഷങ്ങളിൽ നിന്ന് കോടാനുകോടി ഇലകളിൽ നിന്ന് 99 ഡിസൈൻ മ്യൂസിക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ സ്വയം മറന്നു നമ്മൾ ആനന്ദ നൃത്തം ചവിട്ടുന്നു. ആ പാട്ടിന്റെ ഗാംഭീര്യം കൂടുമ്പോ ആ വലിയ വലിയ മ്യൂസിക്കോടെ കവറി കൂടുമ്പോ കട്ടിൽ അതിനനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു, താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. കുറെ കഴിയുമ്പോ അതാ പടച്ച റബ്ബ് പറയുന്നു, ഒന്ന് മാറ്റിപ്പിടിക്കാം നമുക്ക്. പെട്ടെന്നതാ ശാന്തമാകുന്നു. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷായോ? നിങ്ങൾക്ക് സന്തോഷായോ? നമ്മൾ പറയും, പടച്ചവനെ എന്തൊരു സൗന്ദര്യമാണിത്, എന്തൊരു ആനന്ദമാണിത്, എന്തൊരു ആഹ്ലാദമാണിത്. ഇതിനേക്കാൾ നല്ല ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതങ്ങ് പറയുമ്പോ പടച്ച റബ്ബ് പറയാന്നാ കേട്ടോളൂ, ഇതിനേക്കാൾ സൗന്ദര്യം വരാനിരിക്കുന്നു, ഇതിനേക്കാൾ ലഹരി വരാനിരിക്കുന്നു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ്, അല്ലാഹു ലോകത്തെ ഏറ്റവും നല്ല മധുരമുള്ള ശബ്ദം കൊടുത്ത പ്രവാചകരാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറയുന്നു, നിങ്ങൾ മിമ്പറിൽ അങ്ങ് കേറിക്കോളൂ. ആ മിമ്പറിൽ അങ്ങ് കേറുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറയുന്നത്, തൗറാത്തിലെ 10 സൂറത്തുകൾ എൻ്റെ ഉമ്മത്തിനെ ഒന്ന് കേൾപ്പിക്കണേ. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം തൗറാത്തിൽ നിന്ന് 10 സൂറത്തുകൾ ഇങ്ങനെ ഓതാൻ തുടങ്ങുന്നു. നേരത്തെ ഹൂറിലീങ്ങളുടെ മധുരമുള്ള ശബ്ദത്തിനേക്കാൾ 70 ഇരട്ടി മധുരത്തിലാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഇതോടെ അതാ സ്വർഗലോകത്തുള്ള സകല മനുഷ്യർ മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, സ്വർഗത്തിലെ ഹൂറികളും വിൽദാനുകളും മാത്രമല്ല, സ്വർഗത്തിലെ വൃക്ഷങ്ങൾ, കോടാനുകോടി മരങ്ങൾ, അത് മുഴുവനും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമുള്ള ശബ്ദത്തിന്റെ കൂടെ പറക്കുകയാണ്. അതങ്ങ് ഗംഭീരമായി അവസാനിക്കാനിരിക്കുമ്പോ പടച്ച റബ്ബ് പറയുന്നത്, ഈ എല്ലാവരെയും വിളിച്ചിട്ടൊരു ചോദ്യമാണ്, സന്തോഷായോ? അതിങ്ങനെ നോക്കിയിട്ട് നിങ്ങളോട് സന്തോഷായോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും. അല്ലാഹു ശൈഖുനാക്ക് ദീർഘായുസ് നൽകട്ടെ. അല്ലേ ചോദിക്കുന്നത്, സന്തോഷായോ, ഹാപ്പിയായോ? ഉടനെ നമ്മൾ പറയും, അല്ലാഹ് എന്താണ് നിന്നോട് ഞങ്ങൾ പറയേണ്ടത്? എത്ര വലിയ നിഅമത്താണ് ഈ ചെയ്യുന്നത്, എന്തൊരു സൗന്ദര്യമാണ് അല്ലാഹ്. റബ്ബ് ചോദിക്കും, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ശബ്ദം കേൾക്കണോ? അടുത്ത ചോദ്യത, ഇതിനേക്കാളും ശബ്ദം മധുരമുള്ളതോ റബ്ബേ? ആ സമയത്ത് പടച്ച റബ്ബ് വിളിക്കുകയാണ്, മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുവിന്റെ ഹബീബിനെയാ വിളിക്കുന്നത്. ഫാക്കൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ലോകത്തുള്ള ഏതൊക്കെ സവിശേഷമായ ഗുണങ്ങളുണ്ടോ അതിലൊക്കെ ഒന്നാമതായി നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളെ വിളിക്കുകയാണ്. ആ സമയത്തെല്ലാറ്റിനും ഒരു മാറ്റമാണ്. കാരണം ഇതുവരെ നടന്നു പോലെയുള്ള ഗാനക്കച്ചേരികളല്ല നടക്കാനിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ്, അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയായ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി ലോകത്ത് റബ്ബിനെ കാണാൻ പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത ഒരേ ഒരു സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ ഹബീബിനെയാണ് മിമ്പറിലേക്ക് വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മലക്കുകളൊക്കെ അത്ഭുതത്തോടുകൂടി ആവേശത്തോടുകൂടി അണിനിരന്ന് നിൽക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾ എത്രയാണ് നമ്മൾ അവിടുത്തെ കാണാൻ കൊതിച്ചത്. പടച്ചവനെ, മരിക്കുന്നതിന്റെ മുമ്പ് സ്വപ്നത്തിലെങ്കിലും ഞങ്ങൾക്ക് കാണിക്കണേ റബ്ബേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിച്ച നമ്മൾ പുന്നാര നബി തങ്ങളെ മിമ്പറിലങ്ങ് കയറുന്നത് കാണുന്ന രംഗം മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ശൈഖുന ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സന്തോഷം, സുഖത്തിന്റെ വലിപ്പം എത്രയാണ്. അല്ലാഹുവേ, നിലനിർത്തി തരണേ റഹ്മാനേ. ആ സമയത്ത് പുന്നാര നബി തങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആ സദസ്സിന്റെ ആവേശം എന്തായിരിക്കും, സന്തോഷം എന്തായിരിക്കും. ഹബീബ് ഇങ്ങനെ കേറി വരുമ്പോ അള്ളാഹു പറയുന്നു, കട്ടിലൊക്കെ താഴെ നിൽക്കട്ടെ. ഹബീബിന്റെ മുന്നിൽ എല്ലാവർക്കും പെട്ടെന്ന് ചെയർ വരികയാണ്. ആ ചെയറുകളുടെ സൗന്ദര്യം എത്രയാണ്. സ്വർണവും മാണിക്യവും മുത്തും അതാ വ്യത്യസ്തങ്ങളായ മിക്വൽ കൊണ്ട് നിറച്ചു വച്ചിരിക്കുന്ന ആ ചെയർ മുഴുവനും, സിംഹാസനങ്ങൾ മുഴുവനും നിരത്തപ്പെടുകയാണ്. ഓരോരുത്തർക്കും പ്രത്യേകമായ സിംഹാസനങ്ങളാണ്. അത് സ്വിച്ച് അമർത്തിയാൽ സ്വയം പറക്കുകയാണ്, ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തുകയാണ്. എല്ലാ സൗകര്യങ്ങളും അതിനകത്തു തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സുന്ദര സൗരഭ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്ത പുതുമയുള്ള, പറയാൻ വാക്കുകൾ ലഭിക്കാത്ത ചെയറുകൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു. എല്ലാവരും ഹബീബിന്റെ സൗന്ദര്യവത്തായ ശബ്ദത്തിന് കാതോർക്കും. ആ സദസ്സ് ഞങ്ങൾക്ക് വിലങ്ങല്ല റബ്ബേ, ആ സദസ്സ് ഞങ്ങൾക്ക് വിലങ്ങല്ല റബ്ബേ, ആ സദസ്സ് ഞങ്ങൾക്ക് വിലങ്ങല്ല അല്ലാഹ്. ആ സൗന്ദര്യമുള്ള സദസ്സിൽ നമ്മളിങ്ങനെ വല്ലാതെ കാതുകൂർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ വജൂദ് ത്വഹാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് വരികയാണ്. അവിടുന്നതാ സൂറത്തു യാസീൻ, സൂറത്തു ത്വാഹാ, ഈ രണ്ട് സൂറത്തുകളങ്ങ് അതാ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോ ഇതുവരെ കേട്ട ഹൂറിലീങ്ങളെ ശബ്ദത്തിനേക്കാൾ എന്തൊരു മധുരമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദത്തെക്കാൾ എന്തൊരു മധുരമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഇതിനേക്കാളൊക്കെ കോടാനുകോടി ഇരട്ടി മധുരമുള്ള ശബ്ദത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് ഖുർആൻ പാരായണം ചെയ്യുന്നു. വല്ലാത്ത ആനന്ദം കൊണ്ട് സ്വർഗം തന്നെ ഇങ്ങനെ തുള്ളിച്ചാടുന്നു. സ്വർഗത്തിലെ സകലരും തുള്ളിച്ചാടുന്നു, സ്വർഗത്തിലെ സകല വസ്തുക്കളും തുള്ളിച്ചാടുന്നു. അല്ലാഹുവിന്റെ അർശ് ചാടിക്കൊണ്ടിരിക്കുന്നു, കുർശി ചാടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അല്ലാഹുവിന്റെ സകല സൃഷ്ടികളും ഹബീബിന്റെ ആ ശബ്ദത്തിന്റെ മധുരത്തിന്റെ മുന്നിൽ ലയിച്ചിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ പാരായണം അങ്ങ് നിർത്തിയിട്ട് റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്, ജനങ്ങളെ സന്തോഷിച്ചോ, മതിയായോ? ആ സമയത്ത് നമ്മൾ പറയും, റബ്ബേ, ഇതിനേക്കാൾ വലുതെന്ത് കേൾക്കാൻ. അപ്പോഴുണ്ട് നമ്മുടെ റബ്ബിന്റെ ഒരു വാക്ക്, അപ്പോഴുണ്ട് നമ്മുടെ റബ്ബിന്റെ ഒരു വാക്ക്. ശൈഖുനായുടെ ഗസ്റ്റ് റൂമിൽ കയറിയപ്പോ ആദ്യമായി അല്ലാഹ് എന്ന് എഴുതി വെച്ച വലിയ ബോർഡങ്ങ് കണ്ടപ്പോ കൽബിലേക്ക് എന്റെ മനസ്സ് നിറഞ്ഞു വന്നത് ഈ രംഗമാണ്.
ഹബീബിന്റെ ശബ്ദമധുര്യം അങ്ങ് അവസാനിക്കുമ്പോ റബ്ബിനുണ്ടൊരു പറച്ചിൽ. എന്നാൽ ഇതാ കേട്ടോളൂ, സൂറത്തുൽ അൻആം. എങ്ങനെയാണത്? അതിനെക്കുറിച്ചൊന്നും നമ്മൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ടതില്ല. അല്ലാഹു സൂറത്തുൽ അൻആം നമ്മളെ കേൾപ്പിക്കുമ്പോ സഹിക്കാനങ്ങ് കഴിയാഞ്ഞിട്ട് ജനങ്ങൾ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി മാറുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല, സന്തോഷത്തിനതിരില്ല. ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ശൈഖുന ആദ്യമായി തഖാഫി സംഗമത്തിൽ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ശ്വാസം മുട്ടിപ്പോയ രംഗം വന്നിട്ടുണ്ട്. അതുപോലെ പടച്ച റബ്ബ് അൻആം സൂറത്തോതി നമ്മളെ കേൾപ്പിക്കുമ്പോ സഹിക്കാനങ്ങ് കഴിയാതെ കോടാനുകോടി മനുഷ്യരും ജിന്നുകളും മലക്കുകളും ലോകത്തെ സകലതും റബ്ബിന്റെ ആ ഖിറാഅത്തിന്റെ മുന്നിൽ നിശ്ചലമായി നിൽക്കുന്നു. വല്ലാത്തൊരു രംഗമാണ് റബ്ബേ. ഞങ്ങൾ ആ സദസ്സിൽ എത്തിക്കണേ റബ്ബേ. ആ സദസ്സ് ഞങ്ങൾക്ക് വിലങ്ങല്ല അല്ലാ. എന്നിട്ട് റബ്ബിന്റെ ഒരു ചോദ്യായി, തൃപ്തിയായോ? എനിക്ക് വേണ്ടി പട്ടിണി കടന്നവരെ, എനിക്ക് വേണ്ടി ഉറക്കഴിവാക്കിയവരെ, കൂട്ടുകാരൊക്കെ MDMA ഉപയോഗിച്ചപ്പോ ഇല്ലെന്നു പറഞ്ഞു മാറി നിന്നവരെ, കൂട്ടുകാരൊക്കെ ഗാനമേളക്ക് പോയപ്പോ സിനിമ കണ്ടപ്പോ മൊബൈൽ തുറന്നിട്ട് കോമഡി കണ്ടപ്പോ ഇല്ല, ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിലേക്ക് മാറ്റി വെക്കുകയാണ്. അവിടെ ആ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും മാറ്റിവെച്ച് റബ്ബിനെ സ്നേഹിച്ചവരെ, നിങ്ങൾക്ക് സന്തോഷായോ എന്ന് റബ്ബിന്റെ ചോദ്യം. ആ സമയത്ത് നമ്മൾ അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാം സമർപ്പിക്കുകയാണ്, ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോ പടച്ച റബ്ബദാ ഹിജാബങ്ങ് ഉയർത്തിയിട്ടൊരു പറച്ചിലാണ്, അടിമകളെ ഞാനാരാണ് നിങ്ങൾക്കറിയുമോ? അന്ത റബ്ബ് അന്ത റബ്ബുൻ റാസിഖ്. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വെള്ളം തന്ന, ഞങ്ങൾക്ക് ഓക്സിജൻ നൽകിയ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകിയ, ഞങ്ങളെ ശൈഖുനാക്ക് തിരിച്ചു വന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ള ആഫിയത്ത് നൽകിയ റബ്ബ് നീയാണ് എന്ന് നമ്മളങ്ങ് സന്തോഷത്തോടെ പറയുമ്പോ പടച്ച റബ്ബ് പറയുന്നത് ഞാൻ സലാമാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. അനൽ മുഅ്മിനു വഅൻതുമുൽ മുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾ എൻ്റെ മഹബൂബുകളാണ്. വൻളുറു ഇലാ വജ്ഹി, എന്നെ കണ്ടോളൂ, മറയില്ലാതെ നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ കാണാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ 300 വർഷക്കാലം കണ്ണിമ വെട്ടാതെ എൻ്റെ റബ്ബിനെ ഞാൻ തുറിച്ചു നോക്കുന്ന ദിവസം റബ്ബേ തടയല്ല അല്ലാ. ഈ കണ്ണുകൊണ്ട് ചെയ്ത ഹറാമിന്റെ പേരിൽ ഞങ്ങൾക്ക് തടയല്ല റബ്ബേ. വൃത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഒരൊറ്റ മനുഷ്യനും ഒന്ന് കണ്ണു ചിമ്പൂല, തുറിച്ചു നോക്കുകയാണ്. അല്ലാഹുവിനെ നേരിട്ടങ്ങ് കാണുകയാണ്, പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുവിനെ ഇങ്ങനെ വല്ലാതെ കാണുമ്പോ റബ്ബിൽ നിന്നുള്ള പ്രകാശം വന്ന് നമ്മളെ മുഖത്തിങ്ങനെ തറച്ചുകൊണ്ടിരിക്കുമ്പോ ആ പ്രകാശം ഇങ്ങനെ മുഖത്ത് വലിയ പ്രകാശങ്ങൾ നമുക്ക് നിറച്ചു തരുന്നു. അല്ലാഹുവിനെ മതി വരുവോളം നമ്മളങ്ങ് കാണുമ്പോ പടച്ച റബ്ബ് പറയുന്നു, സന്തോഷമായോ? എനിക്ക് വേണ്ടി കരഞ്ഞവരെ, എന്നെ ഓർത്ത് കണ്ണുനീര് വന്നവരെ, നിങ്ങൾക്ക് സന്തോഷമായോ? അല്ലാഹു ഓരോരുത്തരെയും വിളിച്ചു സലാം പറയുന്നുണ്ട്. അന്ന് ഓരോരുത്തരെയും പേര് വിളിച്ചു പടച്ച റബ്ബ് സലാം പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അല്ലാഹു പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. സമയം വൈകുന്നത് കൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ആ സമ്മാനങ്ങളും തന്നിട്ട് പടച്ച റബ്ബ് അവസാനമായി നമ്മോട് പറയുന്നത്, ഇന്നു മുതൽ നിങ്ങൾക്ക് എന്ത് വേണം ചോദിച്ചോളൂ, ഒരു റെക്കമെൻഡിന്റെ ആവശ്യമില്ല.
ചോദിച്ചത് മുഴുവനും തരാം, സന്തോഷിച്ചോളൂ, ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ഇതും പറഞ്ഞിട്ട് ഹിജാബ് അങ്ങ് താഴുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കും. വന്ന താഹിർ സഖാഫിയല്ല ഇപ്പോൾ. എൻ്റെ മുഖത്തിന് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു പ്രകാശമാണ്. ഞാൻ തിരിയുന്നിടത്തും മറിയുന്നിടത്തും പടച്ച റബ്ബിൽ നിന്ന് ആവഹിച്ചിരിക്കുന്ന ആ പ്രകാശവും സൗന്ദര്യവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബിന്റെ മലായിക്കത്ത് അലൈഹിമുസ്സലാം അവർ വന്നിട്ട് പറയും, ജനങ്ങളെ, നിങ്ങൾക്ക് സന്തോഷത്തോടെ റബ്ബ് നിങ്ങളെ വീട്ടിലേക്ക് പോവാനുള്ള സമ്മതം തന്നിരിക്കുന്നു. ആവേശത്തോടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീടിന്റെ അവസ്ഥ എന്താണ് പറയാൻ സമയമുണ്ടോ എനിക്കറിയില്ല. കൊതിയുണ്ട് പറയാൻ. മസ്ജിദുൽ ഹാമിലിയിൽ നിന്ന് പറയുന്നതിന്റെ ബർക്കത്ത് ചെറുതല്ല. മഹാനായ ഖുതുബുൽ ആലം റഈസുൽ സാഹിദീൻ സിയം വലിയുല്ലാഹി സുജൂദ് ചെയ്ത സ്ഥലമാണിത്. വടകര മുഹമ്മദ് ഹാജി പാപ്പ സുജൂദ് ചെയ്ത സ്ഥലമാണിത്. ബഹുമാനപ്പെട്ട ഉമ്മദ് മാലിക്കി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലമാണിത്. അബ്ബാസ് മാലിക്കി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലമാണിത്. അബ്ദു പാപ്പ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് സുജൂദ് ചെയ്ത സ്ഥലമാണിത്. കുണ്ടൂർ ഉസ്താദിന്റെ കണ്ണുനീര് വീണ സ്ഥലമാണിത്. ഇങ്ങനെ ധാരാളം ഈ മലയാളത്തിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമുള്ള ഔലിയാക്കൾ ഇത്രയും സുജൂദ് ചെയ്ത മറ്റൊരു സ്ഥലം എനിക്ക് കിട്ടാനില്ല. അതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഈ കൂടിയ ഞങ്ങൾക്ക് മുഴുവനും ആ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വർഗത്തിലേക്ക് അങ്ങ് ചെല്ലുമ്പോ ഓരോരുത്തർക്കുമുള്ള സ്വർഗത്തിന്റെ കവാടങ്ങളുടെ എണ്ണം 70,000 കവാടങ്ങളാണെന്ന് റസൂലുള്ളാഹി. എത്ര ഒറ്റക്കിരിക്കുമ്പോ അത് മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചോ. 70,000 കവാടങ്ങളും സ്വർണമാണ്. സ്വർണത്തിന്റെ കവാടങ്ങളുള്ള 70,000 കവാടങ്ങളുള്ള വീട്. ആ വീടിന്റെ വലിപ്പം എത്രയായിരിക്കും മക്കളെ? ഞാൻ സ്വർഗത്തിലേക്ക് കയറുന്നില്ല, ടൈമില്ല. ആ സ്വർഗത്തിന്റെ മുറ്റത്ത് 70,000 വൃക്ഷങ്ങൾ ഓരോ കവാടത്തിന്റെ മുന്നിലുണ്ട്. 70,000 കവാടത്തിന്റെ ചുറ്റും 70,000 ഡെക്കറേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന അതാ മരങ്ങൾ നിലനിൽക്കുന്നു. ഓരോ മരത്തിലും അതാ 70,000 ചില്ലകളുണ്ട്. ഓരോ ചില്ലയിലും 70,000 ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന, അലങ്കരിച്ച് വച്ചിരിക്കുന്ന ഇലകളുണ്ട്. ആ ഇലകൾക്കൊപ്പം 70,000 പഴങ്ങളുണ്ട്. ആ 70,000 പഴങ്ങൾ ഓരോ ചില്ലയിലും ഉണ്ടാകുമ്പോ 70,000 ചില്ലകളിലും ഇതുപോലെ ഉണ്ടാകുമ്പോ, അങ്ങനെ 70,000 മരത്തിലുണ്ടാകുമ്പോ ഒരു മരത്തിലെ ഒരു ഇല മറ്റൊരു ഇലയെ പോലെയല്ല, ഒരു പഴം മറ്റൊരു പഴം പോലെയല്ല. അതിന്റെ സൗന്ദര്യം മുത്തും മാണിക്യവുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമുള്ള മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഓരോ മരത്തിന്റെ ഇടയിലും 70 കട്ടിലുകൾ റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ കട്ടിലുകളിൽ നമ്മൾ കിടക്കുന്ന സൗന്ദര്യം. ഓരോ കട്ടിലിന്റെ ചാരത്തും 70 ഖാദിമീങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ 70 ഖാദിമീങ്ങളുടെ കയ്യിലും 70 വലിയ പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളിൽ 70 ഡിസൈൻ ഡയമണ്ടുകൾ, ലോകത്ത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സൗന്ദര്യമുള്ള ഡയമണ്ടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഡയമണ്ടുകൾ വെച്ച് പിടിപ്പിച്ച പാത്രത്തില് സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബ് നമുക്ക് കൊടുത്തയച്ചിരിക്കുന്ന 70 ഇനം ഭക്ഷണങ്ങളുണ്ട്. ഒരൊറ്റ സമയത്ത് ഇഷ്ടമുള്ളത് കഴിക്കാം. ഒന്ന് കഴിച്ചാൽ അതിൻ്റെ മധുരം തീരുന്നില്ല. അപ്പോഴേക്കും മറ്റത് രുചിച്ചു നോക്കാൻ മനസ്സ് പറയുകയാണ്. അപ്പുറത്തതാ മറ്റു മലക്കുകൾ വന്നിട്ട് 70 ഇനം പാത്രത്തിൽ 70 ഇനം പാനീയങ്ങളുമായി നിൽക്കുന്നു. അതങ്ങ് തീരുമ്പോഴേക്ക് 70 ഡിസൈൻ ആഭരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അണിയിക്കുന്നു. എന്തൊരു സൗന്ദര്യമാണ്! സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഒരു ഓർമ്മ
ഓർമ്മ വരികയാണ്. ദുനിയാവിലൊരു വിഷമം വരും, ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഓടാറുള്ളത് ടൗണിലേക്കല്ലേ, കോഴിക്കോട് സിറ്റിയിലേക്ക് പലപ്പോഴും നമ്മൾ പോവാറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്നു, നിങ്ങൾക്ക് അതാ ടൗണൊന്നു കാണണ്ടേ, പുറപ്പെട്ടോളൂ. എല്ലാവരും അങ്ങ് ടൗണിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ടൗണിലെത്തുമ്പോ താഹിർ സഖാഫിയെ നേരത്തെ പരിചയമുള്ള അതാ ആളുകൾ കാണുകയാണ്. നമുക്കിടയിൽ അതാ പഴയ ബന്ധം പുതുക്കുകയാ. ചോദിക്കുന്നു, എവിടെയാ ഇപ്പൊ താമസിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ താമസ സ്ഥലമുള്ളത്? സ്ഥലങ്ങൾ പറയുന്നു, സൗകര്യങ്ങൾ പറയുന്നു, ഇടം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ നമ്മളെ പഴയ കമ്പനികളൊക്കെ ഒന്ന് പുതുക്കി വെക്കുകയാണ്. ആവേശത്തോടു കൂടി ആ ടൗണിലങ്ങ് കയറിയാൽ നോക്കിയോന്ന സമയത്ത് മലക്കുകൾ പറയും, നിങ്ങൾ പണം കൊടുത്തല്ലേ ടൗണിൽ നിന്ന് സാധനം വാങ്ങിയിരുന്നത്? നിസ്കരിച്ചതിനു പകരം, നോമ്പനിട്ടിച്ചതിനു പകരം, ഖുർആൻ ഓതിയതിനു പകരം നിങ്ങൾക്ക് കോരിയെടുക്കാം ഇഷ്ടമുള്ളതൊന്ന് പറഞ്ഞാൽ മതി. താഹിർ നാവ് കൊണ്ട് പറയണ്ട. ഞാനങ്ങ് നോക്കിയാൽ ആ നോക്കുന്ന വസ്ത്രം എനിക്കാണ്, ഞാനങ്ങ് നോക്കിയാൽ ഞാൻ നോക്കുന്ന ആഭരണം എനിക്കാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുന്നത് മുഴുവനും നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ നമ്മുടെ ഖാദിമീങ്ങളായി മലായിക്കത്തിന്റെ ഒരു കൂട്ടം വരികയാണ്. അവരെ നമ്മുടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ എന്നെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടിയാൽ മതി, അവന്റെ സൗന്ദര്യം റബ്ബ് എനിക്ക് തരികയാണ്. അങ്ങനെ പോയ താഹിറല്ല തിരിച്ചു വരുന്നത്. കണ്ടുമുട്ടുന്നവരുടെ സൗന്ദര്യം മുഴുവനും ആവഹിച്ച് ഞാനങ്ങ് വീട്ടിലേക്ക് സകലതും കോരിയിട്ട് വരികയാണ്. പറയാൻ സമയമില്ല. വാങ്ങുന്ന സാധനങ്ങളുടെ സൗന്ദര്യം ഹബീബ് വിശദീകരിച്ചിട്ടുണ്ട്. നേരെ അങ്ങ് കടന്നു വന്ന് വീട്ടിലെത്തുമ്പോ ഭാര്യ അത്ഭുതപ്പെടുന്നു. ഇതെന്റെ പ്രണേശ്വരൻ തന്നെ അല്ലേ, എന്റെ ഭർത്താവ് തന്നെയല്ലേ, പോയിരുന്ന നിങ്ങളുടെ മുഖമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. എന്തൊരു സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിൽ മതിമറന്ന് നമ്മളങ്ങ് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു ലോകം ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമ്മളെ അവിടെ എത്തിച്ചു തരുമാറാവട്ടെ. എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, എൻ്റെ വിദ്യാർത്ഥികളെ, മുത്തഅല്ലിമീങ്ങളെ, നമുക്ക് അല്ലാഹു ഈ ദുനിയാവിൽ തരുന്നത് വലിയ ചെറിയൊരു ലോകമാണ്. എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആളുകൾ, നമ്മളെക്കാളേറെ ഈ ലോകത്ത് ജീവിച്ചാൽ ദീനിനും സമൂഹത്തിനും ഗുണമുണ്ടായിരുന്ന ആളുകൾ. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖലാ അനുസരിച്ചവർ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ? മരിക്കുമെന്ന് തീർച്ചയല്ലേ? ഒരു 75-80 കൊല്ലമാവാൻ കൂടുതൽ പ്രയാസമുണ്ടോ? മരണത്തിന്റെ ശേഷം എന്റെയും നിങ്ങളെയും അവസ്ഥ എന്താണ്? ഈ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഈ വലിയ സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയണം റബ്ബേ എന്ന് ചിന്തിച്ച് ചെറിയ പ്രായത്തിലെ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിനു പറ്റിയതേ ചെയ്യൂ, റബ്ബിന് ഇഷ്ടപ്പെട്ടതേ ചെയ്യൂ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യൂ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം. തെറ്റു ചെയ്ത അനുജന്മാരെ, നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കടുപ്പം നിങ്ങൾ ആലോചിച്ചോ? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഈ റമദാൻ ആകുമ്പോഴേക്ക് ഒരു ദിവസം ഒരു തെറ്റാണ് നമ്മൾ ചെയ്തതെങ്കിൽ 365 തെറ്റുകൾ കിടക്കുകയാണ്. ഒരു ദിവസം ഒരു ഹറാമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഒരു ദിവസം ഒരു ഹറാമേ നിങ്ങൾ മൊബൈലിൽ കേട്ടിട്ടുള്ളൂ. ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കൂ. 10 ഹറാമ് ചെയ്താൽ 3600 ഹറാമുകൾ എന്റെയും നിങ്ങളെയും പട്ടികയിൽ കിടക്കുകയാണ്. ഒരു ഹറാമിന് ഒരു ദിവസം റബ്ബ് നരകം തരാൻ തീരുമാനിച്ചാൽ, ഒരു ഹറാമിന് ഒരു ദിവസം റബ്ബ് നരകം തരാൻ തീരുമാനിച്ചാൽ 3600 ദിവസം നരകത്തിൽ കടക്കാൻ ബാധ്യതയുള്ളവരാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. മറക്കണ്ട, നമ്മൾ വിസ്മരിച്ചു പോവണ്ട. ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്ക് എത്ര ലക്ഷം ദിവസം നരകത്തിൽ കടക്കാൻ പറ്റിയ അമലുകൾ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകും. അനുജന്മാരെ, നല്ലതുപോലെ ചിന്തിച്ചോ. അതുകൊണ്ട് ഇത് വലിയൊരവസരമാണ്. എന്തേ അവസരം? ചെയ്തു കൂട്ടിയ സകല ദോഷങ്ങളും പുറത്തു തരാൻ സ്നേഹമുള്ള പടച്ച റബ്ബ് ഒരു പ്രത്യേക റിഡക്ഷന്റെ മാസം തന്നിട്ടില്ലേ? എന്തേ ചെയ്യേണ്ടതുള്ളൂ? അല്ലാഹ്
പടച്ചോനെ സംഭവിച്ചു അല്ലാ, ഇനി ഉണ്ടാവില്ല റബ്ബേ, ഒന്ന് മാപ്പ് തരൂ റബ്ബേ. ഒരു രൂപ ചെലവഴിക്കണ്ട, ഒരു രക്തം പൊഴിക്കണ്ട, ഒരു കാര്യത്തിനും നിങ്ങൾ ഇടപെടേണ്ട. ഒന്ന് മനസ്സറിഞ്ഞ് ഇന്ന് രാത്രി തറാവീഹ് കഴിഞ്ഞിട്ട് അതാ വീട്ടിൽ പോയി കിടന്ന് തഹജ്ജുദിന് എണീക്കുമ്പോ ഭാര്യ കാണാതെ, മക്കള് കാണാതെ, ലോകം കാണാതെ അല്ലാ പറ്റിപ്പോയി റബ്ബേ എന്നൊരു വാക്കു പറയാൻ കഴിയുമോ? അനന്തമായ സ്വർഗത്തിലേക്ക് കടക്കാം അനുജന്മാരെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ അല്ലാഹു പറയുന്നുണ്ട്, നബിയെ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മയ്യത്തുണ്ട് കിടക്കുന്നു, ആരും പരിചരിക്കാനില്ല, നിങ്ങളൊന്ന് പോയി പരിചരിക്കുമോ? മൂസ അലൈഹിസ്സലാം ചെല്ലുന്നു, ആ മയ്യത്തിന്റെ പരിപാലനം ഏറ്റെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, മയ്യത്തിന്റെ പരിപാലനം ഇങ്ങനെ നടക്കുമ്പോ നാനാഭാഗത്തു നിന്നും ആളുകൾ വരികയാണ്. വന്നിട്ടൊരു ചോദ്യമാ, മൂസാ നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ, ഈ മനുഷ്യനെ ഞങ്ങളൊക്കെ കൈയൊഴിച്ചത് എന്തുകൊണ്ടാണെന്നറിയുമോ? ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ ഹറാമുകൾക്ക് പരിധിയില്ല. ആവുകൊണ്ട് പറയാൻ അറക്കുന്ന വെറുക്കുന്ന സകല ഹറാമുകളും ചെയ്തവനാണ്. ആ മനുഷ്യനെ ഞങ്ങളൊക്കെ കൈയൊഴിക്കുമ്പോ ഒരു പ്രവാചകരായി നിങ്ങൾ എങ്ങനെയാണ് പരിചരിക്കുന്നതെന്ന് ചോദിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ, ഇത്രയും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യത്തു പരിപാലനത്തിന് എന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തേ റബ്ബേ? പടച്ച റബ്ബ് പറഞ്ഞൊരു മറുപടിയുണ്ട്. താഹിറിന് വല്ലാത്ത പ്രതീക്ഷയുള്ള മറുപടിയാണ്. തെറ്റ് ചെയ്തു പോയ അനുജന്മാരെ നമുക്ക് വല്ലാത്ത പ്രതീക്ഷയുള്ളൊരു മറുപടിയാണ്. റബ്ബ് പറയുന്നു, നബിയെ, അവര് പറഞ്ഞത് ശരിയാണ്. ആ മനുഷ്യൻ അവര് പറഞ്ഞ തെറ്റുകൾ മാത്രമല്ല, അവർക്കറിയുന്നതല്ലേ അവർക്ക് പറയാനൊക്കൂ. ആരും അറിയാതെ ചെയ്തു കൂട്ടിയ ഹറാമുകൾക്ക് പരിധിയില്ല. വല്ലാ തെറ്റുകളും അയാൾ ചെയ്തവനാണ്. ഒരു സൽക്കർമ്മവും ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ അടിമ എണീറ്റിരിക്കുന്നു. അല്ലാഹ്, അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പുറത്തുറങ്ങുകയാണ്, മക്കൾ ഉറങ്ങുകയാണ്, നാട് മുഴുവനും ഉറങ്ങുകയാ. നാട് മുഴുവനും ഉറക്കിലാണ്ട സമയത്ത് എൻ്റെ അടിമ ഒറ്റക്കെണീറ്റിരുന്ന ഒരൊറ്റ വിളിയാണ്, റബ്ബേ, ഈ ആകാശത്തിന്റെ ചുവട്ടിൽ എന്നെക്കാൾ നിന്നോട് ധിക്കാരം ചെയ്തൊരു മനുഷ്യനില്ല റബ്ബേ. നീ എങ്ങാനും ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ എന്നെക്കാളും നിന്റെ ശിക്ഷക്കർഹനായി മറ്റാരുമില്ല അല്ലാ. പടച്ച റബ്ബേ, എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെക്കാൾ മോശപ്പെട്ടൊരു മനുഷ്യന് പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിന്റെ ഔദാര്യം അവസാനിക്കില്ല റബ്ബേ. ഈ തമ്പാടിക്കൊന്ന് മാപ്പ് തരുമോ? ഈ പാപത്തിനോടൊന്ന് കരുണ കാണിക്കുമോ? എനിക്കൊന്ന് മാപ്പ് തരോ അല്ലാ എന്ന് എൻ്റെ അടിമൊറ്റക്കിരുന്ന് നെഞ്ചുപൊട്ടി എന്നെ വിളിച്ചപ്പോ ആ അടിമക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ എൻ്റെ അനുവാദം എന്നെ അനുവദിച്ചില്ല നബിയേ എന്ന് പറഞ്ഞ അതേ റബ്ബാണ് താഹിറിന്റെ റബ്ബ്. അതേ റബ്ബാണ് ഇരിക്കുന്ന ഓരോരുത്തരുടെയും റബ്ബ്. നെഞ്ചു പൊട്ടിയിട്ടൊന്ന് പറയാൻ കഴിയുമോ അനുജന്മാരെ? അല്ലാഹുവേ, മാഫ് തരണേ അല്ലാ. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒന്നുകൂടി പറയുന്നുണ്ട് റബ്ബ്, ആ മനുഷ്യൻ എന്നെ അർദ്ധരാത്രി സമയത്ത് വിളിച്ചത് നാവ് കൊണ്ടല്ല നബിയെ, കൽബിന്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ കണ്ണുനീരോടെ നെഞ്ചുരുകി ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഭാഷയിൽ നിന്ന് അയാൾ വിളിച്ചപ്പോ ആ ഇഖ്ലാസിന്റെ കടുപ്പം കൊണ്ട് അയാൾ ചെയ്ത സകല ഹറാമുകളും ഞാനങ്ങ് സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയൊരു മഹാനായ ഒരു പ്രവാചകൻ തന്നെ അവരുടെ മയ്യത്തു പരിപാലനത്തിന് അർഹതപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്നുവെങ്കിൽ അല്ലാഹുവിനോട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന സമയത്ത് ഒന്ന് നെഞ്ചിൽ പൊട്ടി പറയാൻ കഴിയുമോ? ഇന്ന് രാത്രി ഒന്ന് കരയാൻ കഴിയുമോ? ഈ റമളാനിൽ നിന്റെ കണ്ണുനീരിന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കടുപ്പം നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സമയമില്ല. അല്ലാഹു നമുക്ക് കരയാൻ തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നമുക്ക് മാഫ് നൽകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞൊരു 11 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി നമ്മൾ ദുആ ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അങ്ങമാരുണ്ടോ? ദ്വാരക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ പ്രതിഫലത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അബൂനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം, സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, ബല്യബിൻ മൽക്കാൻ, അബുൽ അബ്ബാസ് ഖദർ അലൈഹിസ്സലാം അടക്കം മുഴുവൻ അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലേക്ക് എത്തിക്കണേ റബ്ബേ. ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയിലേക്കും ഖിയാം വരെയുള്ള അഹ്ലു ബൈത്തിലേക്കും എത്തിക്കണേ റഹ്മാനെ. അഹ്ലു ബഖീഅ മഅയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളെ ശൈഖുനായുടെ എല്ലാ മശായിഖന്മാരിലേക്കും അവിടുത്തെ അസ്നാദിലേക്കും എത്തിക്കണേ അല്ലാഹ്. അർഹമർ റഹീമേ, ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ മശായിഖന്മാരും ഖിയാമത്ത് നാൾ വരെയുള്ള ഖുലഫായിലേക്കും എത്തിക്കണേ അല്ലാഹ്. സയ്യിദ് മുഹമ്മദ് ഖാസിം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുത്തെ മശായിഖന്മാർ ഖുലഫായിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ആലുവായി പാപ്പമാരിലേക്ക് എത്തിക്കണേ റഹ്മാനെ. കരിങ്ങപ്പാർ ഉസ്താദിലേക്ക് എത്തിക്കണേ റബ്ബേ. മടവൂര് പാപ്പയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ചാപ്പരങ്ങാടി പാപ്പമാരിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഇവിടെ വന്നുപോയ എല്ലാ മശായിഖന്മാരിലേക്കും എത്തിക്കണേ അല്ലാഹ്. അർഹമർ റഹീമേ, അവരൊക്കെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇവിടുത്തെ ഞങ്ങളെ മസ്താദുമാരെ എത്രയോ ആളുകൾ ഞങ്ങൾ കൈപിടിച്ചവർ ഖബറിലുണ്ട്. എല്ലാവരിലേക്കും എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകമായി ഇമ്പിച്ചാൽ ഉസ്താദിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖാരി ഉസ്താദിലേക്ക് എത്തിക്കണേ റബ്ബേ. നെല്ലിക്കുത്ത് ഉസ്താദിലേക്ക് എത്തിക്കണേ റബ്ബേ. അണ്ടോൺ ഉസ്താദിലേക്കും PP ഉസ്താദിലേക്കും എത്തിക്കണേ റഹ്മാനെ. ചെറുശോൽ ഉസ്താദിലേക്ക് എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ KK ഉസ്താദിലേക്ക് എത്തിക്കണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുമല്ലാത്തവരുമായ ഈ സ്ഥാപനത്തിലെ എല്ലാ മശായിഖന്മാരിലേക്കും ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന ഞങ്ങളെ വാപ്പമാരിലേക്കും എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു മരണപ്പെട്ടു പോയ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത പലരുമുണ്ട്. എല്ലാവരിലേക്കും എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകമായി ഹുസൈൻ മുസ്ലിയാരടക്കമുള്ള എല്ലാവരും ഞങ്ങളുടെ സുഹാന്മാരിലേക്കും എത്തിക്ക റബ്ബേ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയ എത്രയോ ഉസ്താദുമാർ, ശിഷ്യന്മാർ, മുത്തഅല്ലിമീങ്ങൾ, യതീമുകൾ, പാവപ്പെട്ട വിദ്യാർത്ഥികൾ പലരും ഖബറിലുണ്ട്. എല്ലാവരിലേക്കും എത്തിക്കുക അല്ലാഹ്. ശൈഖുനായ ആരും അറിയാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തു സഹായിച്ച സ്വാലിഹീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. അവരിൽ പലരും ഖബറിലാണ്. എല്ലാവരിലേക്കും എത്തിക്കണേ റഹ്മാനെ.
അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷം പൊറുക്ക് അല്ലാഹ്. റബ്ബേ, സ്വർഗത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. സ്വർഗത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നരകത്തിന് പറ്റിയ പലതും ചെയ്തിട്ടുണ്ട്. റബ്ബേ, ഈ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് മഹ്ശറിൽ കേടായി സാക്ഷിയാക്കല്ല റഹ്മാനെ. ഗുണകരമായി സാക്ഷിയാക്കണേ റഹ്മാനെ. ചെയ്തുപോയ ദോഷങ്ങളൊക്കെ മാഫ് തരണേ അല്ലാഹ്, മാഫ് തരണേ അല്ലാഹ്. ഉസ്താദിന്റെ മദദ് കൊണ്ട് ഞങ്ങൾക്ക് മാഫ് തരണേ അല്ലാഹ്. റബ്ബേ, അവിടുത്തെ മശായിഖന്മാരെ കൊണ്ട് മാഫ് തരണേ അല്ലാഹ്. ഉസ്താദുൽ അസാത്തിദയുടെ മദദ് കൊണ്ട് ഞങ്ങൾക്ക് മാഫ് തരണേ അല്ലാഹ്. റബ്ബേ, ദോഷങ്ങളില്ലാതെ ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. റഹ്മാനെ, പിഞ്ചു മക്കൾ ഈ മജ്ലിസിലുണ്ട്. ഒരു ഹറാമും ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യാത്ത നല്ല സ്വാലിഹീങ്ങളുണ്ട്. റബ്ബേ, 24 മണിക്കൂറും ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നന്നാവാൻ കൊതിയുണ്ട്. നന്നായവരെ ഞങ്ങൾ കാണുന്നുണ്ട്. റബ്ബേ, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. ഖൽബ് വൃത്തിയാക്ക് അല്ലാഹ്. മുഅ്മിനീങ്ങളോട് വെറുപ്പ് നൽകല്ല റഹ്മാനെ. ഈ സദസ്സിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും ഒരുപാട് രോഗികളുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്. എത്രയാണ് നിന്നോട് ഞങ്ങൾ നന്ദി ചെയ്യേണ്ടത്. വളരെ ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് ശൈഖുനാക്ക് വേണ്ടി നാട് മുഴുവനും ഹൃദയമറിഞ്ഞ് സ്വന്തം മക്കള് മരണപ്പെട്ടാൽ പോലും സങ്കടപ്പെടാത്ത അത്രയും സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ നീ ഇന്ന് സന്തോഷത്തോടെ ഞങ്ങൾ മജ്ലിസിൽ വന്ന് ജുമാക്ക് ഞങ്ങളെ കൂടെ കൂടി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു ദുആ ചെയ്തു തരുന്ന അവസ്ഥയിൽ എത്തിച്ചു തന്നതിന് പകരം ഞങ്ങൾക്ക് നിന്നോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല റബ്ബേ. അല്ലാഹുവേ, കൊതിയുണ്ട് നിന്നെ കാണാൻ. റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ശൈഖുനാക്ക് നല്ല ഹിമ്മത്തിൽ വന്ന് ഞങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത് കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആഫിയത്ത് തരണേ റബ്ബേ. അവിടുന്ന് ക്ഷീണിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ഓടിയിട്ടാണ്. എത്രയാണ് അവിടുന്ന് പട്ടിണി കിടന്നത്, എത്രയാണ് അവിടുത്തെ കാലും കൈയും വേദനിച്ചത്. ഞങ്ങളാക്കാൻ വലിയൊരു ജീവിതം മുഴുവനും ഊണില്ലാതെ ഉറക്കില്ലാതെ വിഷമമില്ലാതെ യാതൊരു നിയന്ത്രണവുമില്ലാതെ കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ് ഞങ്ങളെ ശൈഖ് ക്ഷീണിച്ചു പോയത്. റബ്ബേ, അറ്റമില്ലാത്ത പ്രതിഫലം നൽകണേ അല്ലാഹ്. അറ്റമില്ലാത്ത പ്രതിഫലം നൽകണേ അല്ലാഹ്. പകരം നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിവാറിലെത്തിക്കണേ അല്ലാഹ്. സകല ഔലിയാക്കളെയും ഹിമായത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ചെറിയ ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലെ ഇസ്സത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാഹ്. വീട് നൽകണേ റബ്ബേ, മക്കളെ നൽകണേ റബ്ബേ, ജോലി നൽകണേ റബ്ബേ, ഹലാലായ റിസ്ക് നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമ നൽകണേ റബ്ബേ. ദർസ് നടത്താൻ ആഗ്രഹമുള്ള എത്രയോ ആലിമീങ്ങളുണ്ട്, അവർക്ക് മുത്തഅല്ലിമീങ്ങളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് നൽകണേ റബ്ബേ. ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ, മൗത്തിന്റെ സമയം വരെ ഇസ്സത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ശൈഖുനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സയ്യിദ് അഹ്ദൽ മുത്തനൂർ തങ്ങളുപ്പാപ്പയുടെ വാപ്പയുടെ ആണ്ടിന്റെ ദിവസമാണ് ഞായറാഴ്ച. നീ അത് ഏറ്റെടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവിടുന്ന് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടിയും ദീനീ കാര്യങ്ങൾക്ക് വേണ്ടിയും നൽകുന്ന എല്ലാ സഹായങ്ങളും സംരംഭങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി എത്രയോ ആളുകൾ ഇന്നും ഗൾഫിലുണ്ട്. നാടിൻ്റെ നാനാഭാഗത്ത് ഓരോ വീടുകളും കയറി ഇറങ്ങുന്നവരുണ്ട്. റബ്ബേ, കഴിയുന്ന രൂപത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും വലിയ പ്രതിഫലവും ബറക്കത്തും
ബർക്കത്തും സ്വീകാര്യതയും നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് മൗത്തിന്റെ സമയത്ത് ഞങ്ങളുടെ മശായിഖന്മാരുടെ മദദ് കൊണ്ട് കാമിലായ ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരിലേക്കും പ്രത്യേകമായി മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബങ്ങൾ, അഹ്ലുകാർ, മുഹിബ്ബീങ്ങൾ, സംഘടനാ കൂട്ടുകാർ, ഈ സ്ഥാപനത്തെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഇതിൻ്റെ പരിസരത്തുള്ള അയൽവാസികൾ, വല്ലാതെ ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയവരാണ്. അവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് ഈ പ്രതിഫലത്തെ നീ എത്തിക്കണേ അല്ലാ. അദാബുൽ ഖബറിനെ തൊട്ടും അദാബുൻ നാറിനെ തൊട്ടും കാക്കണേ അല്ലാ. റബ്ബേ, വഹ്ശത്തുൽ ഖബറിനെ തൊട്ട് കാക്കണേ റബ്ബേ. ലീഖുൽ ഖബറിനെ തൊട്ട് കാക്കണേ റബ്ബേ. സ്വർഗത്തോപ്പാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. ഇരുട്ടറയാക്കല്ല റബ്ബേ, ഇടുക്കറയാക്കല്ല റബ്ബേ. അദാബിന്റെ മൽജാക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഖബറിലേക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഹബീബാണെന്ന് പറഞ്ഞ് ആ കാൽക്കൽ വീഴാനുള്ള അനുവാദം നൽകണേ അല്ലാ. അവിടത്തേക്ക് ചെറിയ സ്ഥാനം ജനങ്ങളെ കൽബിൽ കുറഞ്ഞു പോകുന്ന ഒരു വാക്ക് മരണം വരെ ഞങ്ങളെ നാവിൽ നിന്ന് വരുത്തല്ല അല്ലാ. ഞങ്ങൾ പാവങ്ങളാണ്, കഴിവ് പറഞ്ഞവരാണ്. ഞങ്ങളെ നീ കാത്താലല്ലാതെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടൂല. ഹബീബിന്റെ മഹത്വത്തിന് ചെറിയൊരു പോറലേതെങ്കിലും ഒരു മുഅ്മിനിന്റെ ഖൽബിൽ വരാവുന്നൊരു വാക്കു പറഞ്ഞ് മരിക്കേണ്ട ഒരവസ്ഥ തരല്ല റബ്ബേ. അർശിന്റെ തണല് തരണേ അല്ലാ. വലത് കൈയിൽ സുഹഫ് തരണേ അല്ലാ. നന്മ വർദ്ധിക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. നിന്റെ വകയായി ഹൗലുൽ കൗസർ നൽകണേ അല്ലാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തുൽ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. കോടികളെ ഈ റമദാനിൽ നീ നരകത്തിൽ നിന്ന് ഇത്ഖ് ചെയ്തു കഴിഞ്ഞു. 2 രാത്രികൾ അവസാനിച്ചു. റമദാനിലെ വെള്ളിയാഴ്ച ഓരോ മണിക്കൂറിലും ഓരോ ദിവസം ഇത്ഖ് ചെയ്യുന്ന അത്രയും ആളുകൾ നരകത്തിൽ നിന്ന് ഇത്ഖ് ചെയ്യുമല്ലോ റബ്ബേ. ഒന്നും പറയാൻ ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങളെ നോമ്പ് സ്വഹിയായി എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ കയ്യിൽ നിന്റെ മുന്നിൽ വെക്കാൻ ഒന്നുമില്ല റബ്ബേ. ഞങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കാൻ കൊതിക്കുന്നവരാണ്. ഞങ്ങളെ ശൈഖുനെ നാവ് കൊണ്ടല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് റബ്ബേ. കൽബിന്റെ ആ സ്നേഹത്തിന്റെ മദദ് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ഈ മാസം നരകമോചനം തരണേ അല്ലാഹ്. റമദാനിൽ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും കുടുംബങ്ങളെയും മുഹബ്ബീങ്ങളെയും റമദാനിൽ പെടുത്തണേ റബ്ബേ. റമദാൻ ഗുണകരമായി സാക്ഷി നിൽക്കുന്നവരിൽ ചേർക്കണേ അല്ലാഹ്. കേടായി സാക്ഷി നിൽക്കുന്നവരിൽ ചേർക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മശായിഖന്മാരുടെ ഖാദിമീങ്ങളായി സിറാത്ത് കടക്കാൻ അനുവാദം തരണേ റബ്ബേ. അവിടെ വെച്ച് ഞങ്ങളെ പിരിച്ചു കളയല്ല റബ്ബേ. സ്വർഗത്തിൽ ഞങ്ങൾ ഈ പരിചയപ്പെടുത്തിയ മുറ്റത്തിരുന്ന് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഖിറാഅത്ത് കേൾക്കാനും ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ മഹബത്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്കറിയില്ല, ദൗക്കറിയില്ല. അറിയുന്നവരെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത രസം തോന്നാറുണ്ട്. കുണ്ടൂർ ഉസ്താദിന്റെ മദദ് കൊണ്ട്, വൈലത്തൂർ പാപ്പയുടെ മദദ് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കും ആ മധുരം ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിറാഅത്ത് കേൾക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണേ റബ്ബേ. അല്ലാഹുവേ, ആ നിയ്യത്തോടു കൂടി ത്വഹാ സൂറത്തും യാസീൻ സൂറത്തും അധികമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്നെ മതിവരുവോളം കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്.
നിന്നെ അറിയാവുന്നൊരു വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തിയല്ലാതെ ഞങ്ങളെ വിളിക്കല്ല റബ്ബേ. യാ അല്ലാഹു ലാ നാസിറ ലനാ ഇല്ലാ അൻത വലാ മൽജഅ ഇല്ലാ ഇലൈക നഹ്നു അബീദുകൽ ളുഅഫാ ഫലാ തജഅൽനാ മിനൽ ഖാനിതീൻ. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഉദി ബുശ്റാ لأمته برؤية وجهه هذا هو الجاه العليم الأزيد. يا رب صل على النبي محمد منجي الخلائق من جهنم في عدي. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.